നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. എറണാകുളം പറവൂരിൽ യുവാവിന് ദാരുണാന്ത്യം. വഴിയിൽ വീണുകിടന്ന യുവാവിന്റെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങി. മരിച്ചത് സ്റ്റേഡിയം റോഡ് സ്വദേശി പ്രേംകുമാർ. സംഭവത്തിനു ശേഷം കാർ നിർത്താതെ പോയി. കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. HMTയിലെ കിഴക്ക് ഗോഡൌൺ കത്തിയമർന്നു. വൈദ്യുത ലൈനിൽ നിന്ന് തീ പടർന്നതെന്ന് നിഗമനം. സംസ്ഥാനത്ത് ലഹരി ഒഴുക്ക് തുടരുന്നു. കണ്ണൂരിൽ MDMAയുമായി യുവാവും യുവതിയും അറസ്റ്റിൽ. പിടിയിലായത് നഗരത്തിലെ ലോഡ്ജിൽ നിന്ന്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 47 കിലോ കഞ്ചാവ് പിടിച്ചു. ഹൂഗ്ലി സ്വദേശികൾ പിടിയിൽ. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം, വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട്, പട്ടാമ്പി, വിളയൂർ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാനില്ല. ടാങ്കർ വെള്ളം കാത്തിരിക്കുന്നത് നിരവധി കുടുംബങ്ങൾ. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ കാട്ടുപന്നി ആക്രമണം. സ്ത്രീക്ക് ഗുരുതര പരിക്ക്. ആക്രമിച്ചത് റബ്ബർ പാൽ എടുക്കുന്നതിനിടെ. കള്ളിക്കാടും കാട്ടുപന്നി ആക്രമണം. വിശദമായി നോക്കാം. എറണാകുളം കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. HMTയിലെ കിഴക്ക് ഗോഡൌൺ കത്തി അമർന്നു. വൈദ്യുത ലൈനിൽ നിന്ന് തീ പടർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സിന്റെ 8 യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. ഇതിനകത്ത് തന്നെ നിരവധി ആളുകൾ, താമസക്കാരുണ്ട്, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മെത്ത കമ്പനിയുടെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഇടമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ മെത്തയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കളായ ചകിരി, പഞ്ഞി തുടങ്ങിയവ ധാരാളം ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. തീ പടർന്നത് വളരെ വേഗമാണ് എന്നുള്ളതാണ്. ആളുകൾ തന്നെ അത് പെട്ടെന്ന് തീ പുകയുന്നത് കണ്ടുകൊണ്ട് നാട്ടുകാർ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഷോർട്ട് സർക്യൂട്ടാണെന്ന് നമ്മൾ കരുതുന്നു. അത് വന്നപ്പോഴേക്കും വലിയ തീ ആളുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ തൃക്കാക്കര സ്റ്റേഷനിലെ ആൾക്കാരാണ് ആദ്യം എത്തിയത്. അതിന് ഏലൂർ സ്റ്റേഷനിൽ, തുടർന്ന് ഗാന്ധിയർ, അങ്ങനെയുള്ള നിലയങ്ങളിലെ ഏതാണ്ട് ഒരു 50ഓളം ജീവനക്കാർ പണിയെടുത്താണ് ഈ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് നമ്മളെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധിയുടെയും സഹകരണം എല്ലാം ഉണ്ടായി. ഏതായാലും നമുക്ക് അവിടെ ഒരു മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതുകൂടാതെ ചുറ്റും വീടുകളുണ്ട്. അവരെല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫയർ സർവീസിന്റെ വർക്കിലൂടെ സാധിച്ചു. ഒരു ബൈക്ക് ഉൾപ്പെടെ 3 വാഹനങ്ങളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഡീസൽ ടാങ്ക് പൊട്ടിയിരുന്നെങ്കിൽ ഇത് വലിയ ഒരു ആപത്തിലേക്ക് നയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഈ റെസ്ക്യൂ നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല, ഈ ബിൽഡിംഗിൽ 4 LPG സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. അവയും പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ആപത്താണ് ഒഴിവായി കിട്ടിയത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ടാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുമെന്നും മുന്നറിയിപ്പുണ്ട്. സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുന്ന രാവിലെ 10നും വൈകിട്ട് 3നും ഇടയ്ക്ക് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം. വേനൽ കനത്തതോടെ പാലക്കാട് ജില്ലയിൽ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തും കുടിവെള്ളത്തിനായി ടാങ്കർ ലോറി വരുന്നതും കാത്തിരിക്കുകയാണ് ജനം. ഭാരതപ്പുഴയുടെയും തൂതപ്പുഴയുടെയും തീരമായിട്ടും വെള്ളത്തിന് ക്ഷാമമേറി. പട്ടാമ്പി, വിളയൂർ പ്രദേശങ്ങളാണ് ഇങ്ങനെ കടുത്ത ബുദ്ധിമുട്ടിലായത്. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് അപരിചിതമായ കാര്യമല്ല. ഇക്കുറി ഇത്തിരി നേരത്തെ കിണറുകളും കുളങ്ങളും വറ്റി. ഭാരതപ്പുഴയും തൂതപ്പുഴയും തടയണകളോ മറ്റോ ഇല്ലാത്തിടങ്ങളിലും വരണ്ടു. ഫലത്തിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. തൂതപ്പുഴയുടെ തീരമായ വിളയൂരിൽ കുടിവെള്ളം പണം നൽകിയാണ് നാട്ടുകാർ വാങ്ങുന്നത്. ചിലയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകള് കൃഷിയിടങ്ങളും നനക്കാനും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നാമാവശേഷമായി അതിന്റെ പ്രവർത്തനരഹിതമായിട്ട് 6 മാസത്തിലധികമായി. ഇതുവരെ ആയിട്ട് അത് നേരെയാക്കാനോ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനോ പഞ്ചായത്തോ അധികൃതരോ തയ്യാറായിട്ടില്ല. ടാങ്കറിൽ കുടിവെള്ളം എത്തുന്നതും കാത്തിരിക്കുകയാണ് ജനം. ചിലയിടങ്ങളിൽ ഒട്ടും വെള്ളം കിട്ടാത്ത സ്ഥിതിയും ഇപ്പോഴുണ്ട്. വരും ദിവസങ്ങളിൽ വേനൽ കനക്കുമ്പോൾ സ്ഥിതി കടുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കാണുകയോ പരിഹാരത്തിനായി ശ്രമിക്കുകയോ ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അങ്ങനെ ഒരു ശ്രമമുണ്ടായാൽ ജനങ്ങളുടെ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. ന്യൂസ് 18 പട്ടാമ്പി.
എറണാകുളം നോർത്ത് പറവൂരിൽ വഴിയിൽ വീണുകിടന്ന യുവാവിന്റെ ശരീരത്തിലൂടെ കാർ കയറി ദാരുണാന്ത്യം. സ്റ്റേഡിയം റോഡ് മാറാത്തിപ്പറമ്പിൽ പ്രേംകുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി സ്റ്റേഡിയം റോഡിലാണ് സംഭവം. ഗുരുതര പരിക്കേറ്റ പ്രേംകുമാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഇയാൾ വീണുകിടക്കുന്നത് കാണാതെ കാർ ദേഹത്തിലൂടെ കയറിയതെന്ന് സംശയം. സംഭവശേഷം കാർ നിർത്താതെ പോയി. കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കല്യാശ്ശേരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. പുഴക്കുളങ്ങര സ്വദേശി അമലാണ് മരിച്ചത്. കല്യാശ്ശേരി ഹാജി മൊട്ടയിൽ പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ MDMAയുമായി യുവാവും യുവതിയും അറസ്റ്റിൽ. താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ്, പാപ്പിനിശ്ശേരി സ്വദേശിനി അനാമിക സുധീപ് എന്നിവരാണ് അറസ്റ്റിലായത്. 4 ഗ്രാം MDMAയും 9 ഗ്രാം കഞ്ചാവും പിടികൂടി. നഗരത്തിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് ഇരുവരും അറസ്റ്റിലാകുന്നത്. കണ്ണൂർ ടൗൺ പോലീസാണ് ഇവരെ പിടികൂടിയത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികൾ പിടിയിലായി. സന്ത്രഗജി മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. ഹൂഗ്ലി സ്വദേശികളായ സജൽ ഹദ്ദർ, ലൗലി മാലാഗർ എന്നിവരാണ് പിടിയിലായത്. 24 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. കണ്ണൂർ, അഴീക്കോട്, വളപട്ടണം, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ സംഘം സ്ഥിരമായി കഞ്ചാവ് വിതരണം ചെയ്യുന്നു എന്നാണ് വിവരം. കൊല്ലത്തെ MDMAയുമായി യുവാവ് പിടിയിൽ. തഴുത്തല ഉമേനല്ലൂർ സ്വദേശി ഫൈസലാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇരവിപുരത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് വിൽപ്പനയ്ക്കായി കവറിലാക്കി സൂക്ഷിച്ചിരുന്ന 3.24 ഗ്രാം MDMA കണ്ടെടുത്തത്. ഇരവിപുരം, താന്നി ഭാഗങ്ങളിലുള്ള സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽക്കാൻ എത്തിച്ചതായിരുന്നു മയക്കുമരുന്ന്. തിരുവനന്തപുരം നെയ്യാർ ഡാം പാട്ടേക്കോണത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു. വസന്തകുമാരിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. റബ്ബർ പാൽ എടുക്കുന്നതിനിടയിലായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ഇന്നലെ കള്ളിക്കാട് പഞ്ചായത്തിലെ തന്നെ നാരകത്തിൻകുഴിയിലും കാട്ടുപന്നി ആക്രമണമുണ്ടായി. അഗസ്ത്യ വനം ഫോറസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന സതീഷ് മോഹന് തലയ്ക്കും തോളിനും കൈക്കും പരിക്കേറ്റു. കളമശ്ശേരി DIG ഓഫീസിന് നേരെ കല്ലേറ്. മദ്യലഹരിയിലായിരുന്ന യുവാവാണ് കല്ലെറിഞ്ഞത്. മുക്കം സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലേറിൽ ഓഫീസിന് മുന്നിലെ ബോർഡ് തകർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിലെ ബാർ ഹോട്ടലിൽ റൂം ബുക്കിംഗിന്റെ പേരിൽ പണം തട്ടിയെടുത്തയാൾ പിടിയിൽ. തൃശൂർ തുറവൂർ സ്വദേശി നോയലാണ് പിടിയിലായത്. ഹോട്ടലിലെ ജീവനക്കാരനായിരുന്ന പ്രതി റൂം ബുക്കിംഗിനായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് 50,000 രൂപ തട്ടിയെടുത്തതായാണ് പരാതി. റൂം ബുക്ക് ചെയ്തവർ ഹോട്ടലിൽ എത്തുമ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. 1.5 പതിറ്റാണ്ടിലേറെയായ റമദാനിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ ഒരുക്കുകയാണ് പട്ടാമ്പി CH യൂത്ത് സെന്റർ. സർക്കാർ ആശുപത്രികളിൽ നോമ്പുതുറ സംഘടിപ്പിച്ചാണ് ഇവരുടെ പ്രവർത്തനം. പുണ്യ റമദാനിൽ ആഘോഷമായി സമൂഹ നോമ്പുതുറകളും മെഗാ ഇഫ്താർ മീറ്റുകളുമൊക്കെ നടക്കുന്നതിനോടൊപ്പം രോഗങ്ങളാൽ ആശുപത്രിയിൽ കഴിയുന്ന പാവപ്പെട്ടവർക്ക് നോമ്പു തുറക്കാനുള്ള സൗകര്യമൊരുക്കിയാണ് മുസ്ലിം ലീഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി CH യൂത്ത് സെന്റർ സാന്ത്വനമാകുന്നത്. കഴിഞ്ഞ 16 വർഷമായി തുടർച്ചയായി ഇത്തരത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഇവർ നോമ്പു തുറയ്ക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്നുണ്ട്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആശുപത്രിയിലെ ആളുകൾക്കും പൊതു ഇടങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. ഈ പട്ടാമ്പി നഗരസഭയിലെ ഓരോ യൂണിറ്റുകളിൽ നിന്നും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണപ്പൊതികളാണ് നോമ്പ് തുറയ്ക്കാനും അതുപോലെ തന്നെ അത്താഴത്തിനും ആവശ്യമായ ഭക്ഷണപ്പൊതികളാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകർ കളക്ട് ചെയ്ത് ആശുപത്രിയിൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് എത്തിക്കുന്നത്. റമദാൻ ആരംഭം മുതൽ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ എന്നും വൈകുന്നേരം ഇത്തരത്തിൽ നോമ്പു തുറയ്ക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ ആശുപത്രിയിൽ നൽകുന്നു. CH സെന്ററിന്റെ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ നോമ്പുതുറ സൗകര്യം ഒരുക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കഴിഞ്ഞ 37 വർഷമായി പുണ്യ റമദാനിൽ മുടക്കമില്ലാതെ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് വളാഞ്ചേരിയിലെ വെസ്റ്റേൺ പ്രഭാകരൻ എന്ന നാട്ടുകാരുടെ പ്രഭാകരേട്ടൻ. റമദാൻ വ്രതത്തിന് പുറമെ പ്രഭാകരൻ ഒരുക്കുന്ന നോമ്പുതുറയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയാവുകയാണ്.
പാറപ്പടിയിൽ തിരിതെളിഞ്ഞതിന് പിന്നാലെ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ബാങ്കുലിയും ഉയർന്നു. അതോടെ കോട്ടീരി പൊന്നോത്ത് വെസ്റ്റേൺ പ്രഭാകരന്റെ വീട്ടുമുറ്റം സ്നേഹസംഗമത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വേദിയായി. ജാതിമത രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ പ്രഭാകരേട്ടന്റെ വീടിനകത്തും പുറത്തുമായി വിരിച്ച മുസല്ലയിൽ അന്നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിച്ചു. പ്രഭാകരേട്ടന്റെ ഈ ഒരു ഇഫ്താർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസം പെരുന്നാൾ റമദാൻ വരുമ്പോഴും ഈ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സറിഞ്ഞ് നോമ്പ് തുറക്കുന്ന ദിവസം കൂടിയാണ്. മറ്റുള്ള എല്ലാ വിഭാഗീയതവും വിദ്വേഷവും ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളൊരു മനുഷ്യരായി അല്പനേരമെങ്കിലും മാറിയിരിക്കാൻ നമുക്ക് സാധിക്കുന്നൊരിടമാണ് നമ്മുടെ സുഹൃത്ത് പ്രഭാകരൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വിശാല വീക്ഷണം ഈ ഇഫ്താർ സംഗമത്തിൽ പ്രഭാകരൻ ഒരുക്കിയ ഈ വീട്ടുമുറ്റത്തെ മനോഹരമായി വിരുന്നൂട്ടിൽ നമുക്കൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണീയത. പ്രഭാകരൻ്റെ പ്രഭ തന്നെയാണ് ഇവിടെ കാണുന്നതൊക്കെ, മനസ്സിൻ്റെ പ്രഭയാണ്. സ്നേഹിച്ച് ഒന്നിച്ചിരിക്കാം എന്ന ഒരു മുദ്രാവാക്യം എഴുതിയത് കണ്ടു. ഈ ഒരു സന്തോഷത്തിന് ശാരീരികമായ അടുപ്പം ഈ ഇഫ്താറിന്റെ പരിപാടിയിൽ കിട്ടും. 1988 സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫ എന്ന മുത്തുവിന്റെ പ്രേരണയിലാണ് പ്രഭാകരേട്ടൻ റമദാൻ വ്രതമെടുക്കാൻ തുടങ്ങിയത്. 10 ദിവസത്തെ വ്രതമെടുക്കാമെന്ന് കരുതിയതാണ് ഇപ്പോൾ 37 വർഷത്തിൽ എത്തി നിൽക്കുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന കാലമായാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ പ്രഭാകരനും റമദാൻ മാസത്തെ കാണുന്നത്. ഇത് 37ാമത്തെ വർഷമാണ് റംസാൻ വ്രതം എടുക്കാൻ തുടങ്ങിയിട്ട്. 1988 തുടങ്ങിയത്. പിന്നെ ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റ് അല്ലെങ്കിൽ സൗഹൃദ സംഗമം തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ല. ഞാൻ 21 തവണയാണ് ഉണ്ടായതെന്നാണ് എൻ്റെ ഓർമ്മ. റംസാൻ വ്രതം എടുക്കാൻ തുടങ്ങി 4 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് KT ജലീലിൻ്റെ നേതൃത്വത്തിൽ ആണെന്ന് ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്, നോമ്പ് തുറ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അനുഭൂതി നൽകുന്ന നിമിഷങ്ങളാണിത്. പുലർച്ചെ മുതൽ സന്ധ്യാസമയം വരെ നീളുന്നതാണ് വ്രതചര്യ. സാധാരണ അത്താഴ സമയത്തും നോമ്പുതുറ സമയത്തും പ്രഭാകരേട്ടന്റെ ഭക്ഷണ ക്രമീകരണം ലളിതമാണ്. എന്നാൽ തന്റെ ഇഫ്താർ വിരുന്നിനെത്തുന്നവർക്ക് വിഭവങ്ങൾ ഏറെ ഒരുക്കിയാണ് പ്രഭാകരേട്ടനും ഭാര്യ ഉഷയും കാത്തിരിക്കുന്നത്. ജാതിമത വിദ്വേഷമൊക്കെ ഉള്ളിൽ പേറി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള വിഷയമേ അല്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെങ്കിലും എനിക്കിഷ്ടമാണോ, സന്തോഷമുള്ളതാണോ, മനസ്സ് അംഗീകരിക്കുന്നതാണോ, മറ്റൊരാൾക്ക് ഒരു പൊടി പോലും പ്രയാസം ഇല്ലാത്തതാണെങ്കിൽ, ഒരാളെ പ്രയാസപ്പെടുത്താത്തതാണെങ്കിൽ, വിഷമിപ്പിക്കാത്തതാണെങ്കിൽ ഞാനത് ചെയ്യുന്നു. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ ആ കാര്യത്തിൽ വളരെ സംതൃപ്തനാണ്. പ്രഭാകരേട്ടൻ ഒരുക്കിയ സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ രംഗത്ത് സജീവമായ ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്ററും വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ വെസ്റ്റേൺ ഹാർഡ്വെയർ ഉടമയുമാണ് പ്രഭാകരൻ. 21ാമത്തെ തവണയാണ് റമദാനിൽ തന്റെ വീട്ടിൽ വെസ്റ്റേൺ പ്രഭാകരൻ സ്നേഹസംഗമം നടത്തുന്നത്. ന്യൂസ് 18 തിരൂർ. മണ്ണെണ്ണയായിരുന്നു ഒരു കാലത്ത് നമുക്ക് ചുറ്റും പ്രകാശം പരത്തിയിരുന്നത്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിനപ്പുറം വലിയൊരു ലോകമുണ്ടായിരുന്നതിന്റെ അവശേഷിപ്പുകൾ ശേഖരിക്കുകയാണ് അങ്കമാലി കറുകുറ്റി സ്വദേശി സുനിൽ കുമാർ എന്ന മുൻ സൈനികൻ. വിദേശ നിർമ്മിതമായ ഫാൻ, ഗ്രാമഫോൺ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കാവുന്ന നിരവധി ഉപകരണങ്ങളുടെ ശേഖരം സുനിൽ കുമാറിനുണ്ട്. മണ്ണെണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങൾ കണ്ടെത്തി അവ സൂക്ഷിച്ചു വരികയാണ് കറുകുറ്റി സ്വദേശി സുനിൽകുമാർ. സുനിൽകുമാറിന്റെ ശേഖരത്തിലുള്ള കൗതുക വസ്തുക്കൾ ഏറെയും വിദേശ നിർമ്മിതങ്ങളാണ്. ക്യൂരിയോസ് കളക്ടർ എന്ന നിലയിൽ മോഹവില നൽകിയാണ് ഇവ ഓരോന്നും ശേഖരിച്ചിരിക്കുന്നത്. മാസങ്ങളോളം അന്വേഷണം നടന്നാണ് ഇപ്പോൾ ശേഖരത്തിലുള്ള കൗതുക വസ്തുക്കൾ സ്വന്തമാക്കിയത്. ഞാൻ ശരിക്ക് ലാമ്പ് കളക്ടറായിരുന്നു. പക്ഷെ ലാമ്പ് കളക്ടറിൽ എന്നേലും മുമ്പൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ആവില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ മണ്ണെണ്ണയിലേക്ക് തിരിയണത്.
മണ്ണെണ്ണയുടെ ഒട്ടുമിക്ക ഒരു 75% എൻ്റെ അടുത്തുണ്ട്. ഇനിയും കുറേ കൂടി കിട്ടാനുണ്ട്. കുറേയൊക്കെ തപ്പി നടക്കണു. ഇത് വർഷങ്ങൾ പിന്നാലെ നടന്നാലാണ് ഒരെണ്ണം കിട്ടുക. പിന്നെ മോഹവില, എല്ലാം മോഹവില കൊടുത്ത് വാങ്ങിക്കണതാണ്. ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ നിരവധി ഉപകരണങ്ങളാണ് സുനിൽകുമാറിന്റെ ശേഖരത്തിലുള്ളത്. മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന റേഡിയോയും ടേപ്പ് റെക്കോർഡറും പ്രധാന ആകർഷണമാണ്. മണ്ണെണ്ണ കൊണ്ട് തന്നെയാണ് ഈ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനവും. ഇതിനു പുറമെ അവൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കുക്കിംഗ് റേഞ്ച്, ലൈറ്റുകൾ, മോട്ടോർ ഘടിപ്പിച്ച സൈക്കിൾ ഇവയെല്ലാം സുനിൽകുമാറിന്റെ ശേഖരത്തിലുണ്ട്. ഈ പെട്രോളിലോടുന്ന ഭംഗിയും സുനിലിന്റെ നിർമ്മിതിയാണ്. ന്യൂസ് 18 കൊച്ചി. വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ചികിത്സാ പിഴവ് കാരണം ജീവിതം വീൽചെയറിലായ ഒരു 22-കാരിയുടെ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാറശാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയോടുകൂടി അരയ്ക്ക് താഴേക്കുള്ള ചലനശേഷി നഷ്ടമായതോടുകൂടിയാണ് നീതിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഈ 22-കാരി തുടങ്ങുന്നത്. പൂവാർ പുല്ലുവിള സ്വദേശിനി ജാസ്മിൻ ജെറാൾഡ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു നട്ടെല്ലിന് അസഹനീയമായ വേദന അനുഭവപ്പെടുന്നത്. തുടർന്ന് പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയായ സരസ്വതിയിൽ ചികിത്സ തേടി. പൈലോണീഡൽ സൈനസിന് ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ വിധി എഴുതി. 2017 ഒക്ടോബർ 21 ഡോക്ടർ അജയകുമാറിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എന്നാൽ അനസ്തീഷ്യ നൽകുന്നതിനിടെയുണ്ടായ ഗുരുതര പിഴവ് ജാസ്മിന്റെ നില ഗുരുതരമാക്കി. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. മകളുടെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടമായി എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് തൊട്ടടുത്ത ദിവസം കുടുംബത്തിന് കിട്ടിയത്. ഇവിടെ വെച്ച് തന്നെ മോക്ക് സെൻസേഷൻ പോയി കഴിഞ്ഞു. കംപ്ലീറ്റ് ബ്ലീഡിംഗ് ആയി സെൻസേഷൻ പോയി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എത്രയും സെൻസേഷൻ പോയ കാര്യമൊന്നും നമ്മളോട് പറയുന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അവിടെ എൻ്റെ മകനുണ്ട്, മകനോട് കാര്യങ്ങൾ ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, നിങ്ങൾ എത്രയും വേഗം പോകണമെന്ന് പറഞ്ഞു. ഡോക്ടർ അജയ്കുമാറും നഴ്സുമാരും അടങ്ങുന്ന സംഘമാണ് അനസ്തേഷ്യ നൽകി തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് എന്ന് ആരോപിച്ച് ജാസ്മീനും കുടുംബവും കോടതിയെ സമീപിച്ചു. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. തനിക്കുണ്ടായ ദുരനുഭവം മറ്റൊരു വ്യക്തികൾക്കും ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്ന് ജാസ്മിൻ വ്യക്തമാക്കി. എനിക്ക് അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തന്നപ്പോഴത്തേക്കും നട്ടെല്ലിലാണ് നമുക്ക് അനസ്തേഷ്യ തരുന്നത്. ആ സൂചി നമുക്ക് നട്ടെല്ലിൽ കുത്തുമ്പോൾ തന്നെ ആ ഡോക്ടർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അത് ബ്ലഡ് വരുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ബോധം പോയി. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, വീൽ ചെയറിലാണ്. അപ്പോൾ ഇതുപോലത്തെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇതിന് ഒരു നീതി വേണം. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലൂടെ ബികോം കൊമേഴ്സ് പഠനം നടത്തുന്ന ജാസ്മിൻ IAS നേടിയെടുക്കണമെന്ന ആഗ്രഹത്തിലാണ്. ഒപ്പം തനിക്കുണ്ടായ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നിയമ പോരാട്ടവും. ന്യൂസ് 18 തിരുവനന്തപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. MLA ഫണ്ടും ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ടും ഉപയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. വീൽ ചെയറുകളുടെയും ട്രോളിയുടെയും വിതരണ ഉദ്ഘാടനവും നടന്നു. PS സുബാൽ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത അധ്യക്ഷയായി. കേരളത്തിലെ തെക്കൻ തീരദേശ മേഖലകളിൽ ഇപ്പോൾ സ്രാവുകളുടെ കാലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 10ഓളം സ്രാവുകളെയാണ് തീരദേശത്ത് കണ്ടത്. രണ്ടാഴ്ചയായി തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ സ്രാവുകൾ കൂട്ടത്തോടെ എത്തുന്നുണ്ട്. ചിലത് വലയിൽ കുടുങ്ങിയും മറ്റുള്ളവ തീരെ തടിയുകയുമായിരുന്നു. സ്രാവുകളുടെ ദേശാടന കാലമായതാണ് ഇവ കൂട്ടമായി എത്താൻ കാരണം. പൊതുവെ ദേശാടനം നടത്തുന്ന തിമിംഗല സ്രാവുകൾ അറബിക്കടലിൽ കേരള തീരത്ത് കൂടിയാണ് കടന്നു പോകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അടുത്ത മാസം വരെ ഇവയുടെ സാന്നിധ്യമുണ്ടാകും. പിന്നീട് ഗൾഫ് മേഖലയിലേക്ക് നീങ്ങും. കടലിലെ അസന്തുലിതാവസ്ഥ നിലനിർത്താൻ തിമിംഗല സ്രാവുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സംരക്ഷിത വിഭാഗമായതിനാൽ ഇവയെ പിടികൂടാൻ സാധ്യമല്ല. വലയിൽ കുടുങ്ങുന്ന സ്രാവുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ നഷ്ടം ഉണ്ടാകുന്നതായി മത്സ്യത്തൊഴിലാളികളും പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ഓമശ്ശേരി പെരുവല്ലിയിൽ പട്ടാപ്പകൽ മോഷണം. യുവാവിനൊപ്പം ബൈക്കിലെത്തിയ സ്ത്രീ വീട്ടുമുറ്റത്ത് ചാക്കിലാക്കി വെച്ചിരുന്ന കുരുമുളകാണ് മോഷ്ടിച്ച് കടത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പെരുവല്ലി സ്വദേശി സ്കറിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്.
മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗർഭിണി ആശുപത്രിയിൽ മരിച്ചു. അങ്ങാടിപ്പുറം വലമ്പൂർ സ്വദേശിനി ആയിഷ രഹനയാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ട്രെയിനറായിരുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിൽ ദൃശ്യാവിഷ്കാര പരിപാടിക്ക് എത്തിയ ആൾ മരിച്ച നിലയിൽ. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി M മധുസൂദനനാണ് മരിച്ചത്. കൊല്ലം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രമോദ് പയ്യന്നൂർ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരത്തിലെ EK നായനാരുടെ വേഷം ചെയ്യാനാണ് കൊല്ലത്ത് ഇദ്ദേഹം എത്തിയത്. വിജയാഘോഷം സംഘടിപ്പിക്കേണ്ട വേദിയിൽ അനുശോചന യോഗം ചേരേണ്ടി വന്നതിന്റെ ആഘാതത്തിലാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ സഹപ്രവർത്തകർ. അവയവമാറ്റ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും പ്രാപ്യമാക്കിയ സർജനായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം എന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ജോർജ് പി അബ്രഹാമിന്റെ ജനകീയത വ്യക്തമാക്കുന്നതായിരുന്നു VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ നടന്ന അനുസ്മരണ യോഗം. അവയവമാറ്റ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും പ്രാപ്യമാക്കിയ സർജനായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം എന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു. സദാസമയവും രോഗികളെയും ജോലിയും കുറിച്ച് മാത്രം സംസാരിച്ചിരുന്ന അദ്ദേഹത്തിന് എപ്പോഴും വിജയിക്കാനുള്ള മനസ്സായിരുന്നെന്ന് VPS ലേക്ക് ഷോർ ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ഡോക്ടറാവാൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മരണത്തെക്കുറിച്ചല്ല അച്ഛൻ പറയുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ച ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, മാത്രമല്ല ഡോക്ടർ ആയതിനു ശേഷം അദ്ദേഹം കാണിച്ചിട്ടുള്ള മനുഷ്യരോട് ഇടപെടുന്ന രീതി, അതൊരു വലിയൊരു മോഡലാണ്, ഒരു പുസ്തകമാണ്. ആശുപത്രി MD SK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമേൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ വിജയകരമായ 2500 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ വിജയാഘോഷം ഏപ്രിൽ 4-ന് സംഘടിപ്പിക്കാനിരിക്കുകയായിരുന്നു ലേക്ക് ഷോർ ആശുപത്രി. ന്യൂസ് 18 കൊച്ചി. വിദ്യാർത്ഥികളിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിവ് വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഔഷധോദ്യാനം പദ്ധതിക്ക് പാലക്കാട് ഓങ്ങല്ലൂരിൽ തുടക്കമായി. 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 10 വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്നത്. പഠനത്തോടൊപ്പം പ്രകൃതിയെ അറിയാനും മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതി നടപ്പാക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ 10 വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടത്തുന്നത്. 25 ഇനം സസ്യങ്ങളാണ് ഉദ്യാനത്തിലുള്ളത്. തുള്ളിനന സംവിധാനമാണ് അവലംബിച്ചിരിക്കുന്നത്. ഔഷധ സസ്യങ്ങളെപ്പറ്റിയും കൃഷിയെപ്പറ്റിയുമുള്ള പരിജ്ഞാനം കുട്ടികളിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പദ്ധതി പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.